ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ റെറ്റലിഗേഷൻ ടാങ്കിലെ വാട്ടർ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. പിന്നെ നമ്മുടെ ഫ്ലോറിഡാക്കാരൻ്റെ ടാങ്കിലെ വാട്ടറും ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീട്ടിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മുടെ ഈ നെറ്റെല്ലാം എടുത്ത് മാറ്റണം. എന്നിട്ട് നമുക്ക് ക്ലീനിങ് തുടങ്ങണം. രണ്ടുപേരും ഫുഡ് കൊടുക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് ഫുഡില്ല ഗായ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ ടാങ്കിലെ നെറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടാങ്ക് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തി അഴുക്കുണ്ട്. അഴുക്കല്ല, ചെളിയാണ്. പിന്നെ ഇത് ഈ പൊങ്ങി കിടക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്ത ചിക്കൻ്റെ പീസാണ് കേട്ടോ. അത് തിരിച്ചൊരു ഒമിറ്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ എന്തിൻ്റെയൊക്കെയോ അവശിഷ്ടങ്ങളുണ്ട്. നിങ്ങൾ തേളിനെയൊക്കെ കിട്ടിയായിരുന്നു. ടാങ്കിൽ വീണിട്ട് ഇവന്മാർ കഴിച്ചിട്ട് തുപ്പിയിടുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ 2 റെറ്റലിഗേഷൻ ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണാം. അതിൽ ചെറുതായിട്ട് കുറച്ച് ഇഞ്ചറി പറ്റിയിട്ടുണ്ട്. അത് ഇവൻ്റെ ഫൈറ്റ് ചെയ്തതായിരിക്കും. പിന്നെ അടി ഫുള്ള് ചെളിയാണ്. ഇത് നമ്മുടെ നെറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ പൊങ്ങി കിടക്കുന്ന എല്ലാ വേസ്റ്റും നമുക്ക് നെറ്റ് ഉപയോഗിച്ച് കോരി കളയാം. ഇതിൻ്റെ അടിയിലുള്ള വേസ്റ്റ് നമുക്കിനി ടാങ്കിലോട്ട് ഇറങ്ങി അത് ഫുള്ളല്ലാതെ കോരി കളയാനേ പറ്റുള്ളൂ. ഇത് രണ്ടുപേരും ഇവിടെ ആക്റ്റീവായിട്ട് കിടപ്പുണ്ട്. അവർക്ക് മനസ്സിലായി നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കുകയാണെന്ന്. നമ്മൾ ടാങ്കിലോട്ട് ഇറങ്ങാനായിട്ട് പോകണം കേട്ടോ. ഇത് നമുക്ക് ബാക്കിയെല്ലാം ക്ലീൻ ആക്കാം. അത്യാവശ്യത്തിന് വെള്ളം പോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ടാങ്കിലോട്ട് ഇറങ്ങുന്നത്. ഇത് രണ്ടുപേരും പേടിച്ച് പോയിട്ടുണ്ട്. നമുക്ക് ബാക്കി ക്ലീൻ ആക്കാനായിട്ട് നോക്കാം. ഇത് ഇവിടെയൊക്കെ ഫുള്ള് ചെളിയായിട്ട് കിടക്കുകയാണ്. ഗായ്സ് ഇത് കണ്ടോ, നമ്മുടെ കാലിൻ്റെ അടുത്ത് വന്നിട്ട് എന്തോ കഴിക്കാനുള്ളതെന്ന് പറഞ്ഞാണ് വരുന്നത് കേട്ടോ. ഇവർക്ക് തൊട്ട് വെക്കാൻ നേരത്തെ അറിയാം കേട്ടോ. അവർ പേടിച്ച് പോയിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. പിന്നെ നമുക്ക് ഇനി ഇവിടെ ക്ലീൻ ആക്കാനായിട്ട് നോക്കാം. അത്യാവശ്യം ഇറങ്ങിയപ്പോഴും വെള്ളമെല്ലാം ഫുള്ള് കലങ്ങിയിട്ടുണ്ട്. വെള്ളമെല്ലാം വലിച്ച് കളഞ്ഞിട്ടുണ്ട്. 2 റെറ്റലിഗേഷൻ ഇവിടെ നല്ലപോലെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ നമുക്കിനി മെഷർ ചെയ്യണം. അതിൻ്റെ എത്രയും പെട്ടെന്ന് നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാൻ തുടങ്ങണം. ഞാൻ കാണിച്ചത് ഇവൻ്റെ ഈ തല കണ്ടോ. ഇത് ഇവിടെ ഹാർഡാണ് കേട്ടോ. പാറയിലിട്ട് കടിക്കൂലേ, അതേപോലെ ഹാർഡാണ്. ഇതിൻ്റെ സൈസിനെ പിടിക്കാൻ പറ്റും നോക്കട്ടെ. എൻ്റെ ഒരു കൈപ്പത്തിരി അത്രയൊക്കെ ഉണ്ട് കേട്ടോ. നിൽക്കുന്നില്ല. ഓ അടങ്ങിയില്ലടാ. മറ്റവനും അങ്ങനെ തന്നെയാണ്. സമ്മതിക്കുന്നില്ല കേട്ടോ. ഇവിടെ കൈപ്പത്തിരി എത്രയൊക്കെ ഉണ്ട് കേട്ടോ. ആ സൈഡിൽ കുറച്ച് ചരിവുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് വെള്ളം കൂടുതൽ ഇവിടെ കുറവാണ്. അപ്പോൾ എത്രയും പറ്റുന്ന മെഷർ ചെയ്യാൻ നോക്കാം. ഇത് നമുക്കിനി വെള്ളം നിറയ്ക്കണം. ഗായ്സ് നമ്മൾ മെഷർ ചെയ്യാൻ പോകണം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇല്ലടാ ഇവിടെ. ഗായ്സ് നടക്കത്തില്ലെന്നാണ് തോന്നുന്നത്. ഇത് അവിടെ കിടന്ന് പെടായാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ടാക്കട്ടെ. അടങ്ങുന്നില്ലേ. ക്യാമറ കൊണ്ടുവന്ന് സമ്മതിക്കത്തില്ല. നേരെ നിന്നിരുന്നെങ്കിൽ മെഷർ ചെയ്ത് നമുക്ക് പെട്ടെന്ന് വെള്ളം നിറയ്ക്കായിരുന്നു. ഇത് സമ്മതിക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് മെഷർ ചെയ്യാൻ നോക്കാം. ഇത് 18 ഇഞ്ചുണ്ട് കേട്ടോ. നമ്മൾ ഈ വലിയ റെട്ടലിക്ക് അരിച്ച് 18 ഇഞ്ചുണ്ട്. ചെറുത് വരും 17 ഇഞ്ചുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വലിയ റെട്ടലിക്ക് അരിച്ച് ഏകദേശം 18 ഇഞ്ചും ഇത് 1 ഇഞ്ച് കുറവുണ്ട് കേട്ടോ. ഇത് 17 ഇഞ്ചാണ്. പക്ഷേ ഇതിന് തലയ്ക്ക് സൈസില്ല. അതിന് തലയിലൂടെ നല്ല സൈസുണ്ട് കേട്ടോ. ഇത് ഇവിടെയൊക്കെ നല്ല ഹാർഡാണ് കേട്ടോ. ഇവിടെ പാറയിലൊക്കെ ഇട്ട് അടിക്കും പോലെയാണ്. ഇതങ്ങനെ തന്നെയാണ്. ബാക്കിയെല്ലാം നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതൊന്ന് എടുത്തു നോക്കാം. ഓ പറ്റുന്നില്ല കേട്ടോ. നമുക്ക് ചെറുതിനെ എടുത്ത് നോക്കാം.
ഒരു നല്ല വൃത്തി സ്ട്രെസ്സായിട്ടുണ്ട്. നല്ല ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതലിട്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. എത്രയും പെട്ടെന്ന് വെള്ളം നിറയ്ക്കാൻ നോക്കാം. സമ്മതിക്കുന്നില്ല കേട്ടോ. എന്താ ഗൈസ്, നല്ല ആക്റ്റീവായിട്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഒന്ന് എടുത്തു നോക്കാം. നമ്മുടെ റെഡ് എലഗേഷൻ ടാങ്കിലെ വാട്ടർ നമ്മൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമ്മൾ പുതിയ വെള്ളം ആഡ് ചെയ്യുകയാണ്. നമ്മളെ 2 റെഡ് എലഗേഷൻ ആ സൈഡിൽ പോയി കിടക്കുകയാണ്. അവർക്ക് നല്ലൊരു സ്ട്രെസ് അടിച്ചിട്ടുണ്ട്. നമ്മളവിടെ മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾക്ക് ഏകദേശം 18 ഇഞ്ചുണ്ട്, ഒരാൾക്ക് 17 ഇഞ്ചുണ്ട്. 1 ഇഞ്ചിൻ്റെ വ്യത്യാസമാണ്. അത് നല്ല ഒരു ആക്റ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും തെറ്റങ്ങനെ കാണും. ഒന്നും കൂടി ഇനി മെഷർ ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫ്ലോറിഡാകാരൻ ടാങ്ക് നമ്മൾ ക്ലീൻ ആക്കുന്നില്ല. കാരണം ഇവിടെ നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഇനി ക്ലീൻ ആക്കിയിട്ടും വേറെ നാളെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രണ്ടുപേരും നല്ല സ്ട്രെസ് അടിച്ചിട്ടുണ്ട്. അത് നാളെ അപ്പോൾ മാറുമായിരിക്കും. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. അവിടെയൊക്കെ കുറച്ച് അഴുക്കുണ്ട്. അത് നമുക്ക് വലിച്ചളയാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഫില്ല് ചെയ്യാനാണ് നോക്കി. കാരണം എങ്ങാനും ഒറ്റയ്ക്ക് സ്ട്രെസ്സായി അടിച്ചു പോയാൽ നമുക്ക് നഷ്ടമാണ് കേട്ടോ. റിസ്ക് എടുക്കാൻ നിന്നില്ല. അത് വലിയൊരു പോണ്ടാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ ഫുള്ളി ഫില്ലാവാൻ നല്ല സമയമെടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതായിരിക്കും ബൈ.